രാവിലത്തെ കോണ്ടന്റും ഒരു ഡിവോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. വീണ്ടും അതുപോലത്തെ ഒരു കോണ്ടന്റ് തന്നെയാണ് സുജിനും നിധിയും. മല്ലു ഫാമിലിയിലെ സുജിൻ്റെ എക്സ് വൈഫ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് വൈഫ് അങ്ങനെയൊക്കെ പറയേണ്ടി വരും. കാരണം ഇവർ രണ്ടുപേരും പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. മല്ലു ഫാമിലിയിലെ സുജിനെ സംബന്ധിച്ചിടത്തോളം ആസ് വി ഓൾ നോ, കുറച്ച് വർഷങ്ങളായിട്ട് അവരുടെ ഫാമിലി വ്ളോഗിൻ്റെ കോണ്ടൻറ്റിൻ്റെ അകത്ത് തന്നെ ഈ ഭാര്യ ഭർത്താവ് സെപ്പറേഷൻ അങ്ങനത്തെ കുറച്ച് ഊഹാപോഹങ്ങൾ, അലിഗേഷൻസ് അല്ലെങ്കിൽ സ്പെക്കുലേഷൻസ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ സ്പൈ വർക്കായിട്ട് കുറേ ചാനലുകൾ ഇങ്ങനെ പോവായിരുന്നു. അതിനുവേണ്ടി അവർ ഇട്ട് തരുന്ന കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള മിസ്ലീഡിങ് ആയിട്ടുള്ള കുറേ തംബ്നെയിൽ, ടൈറ്റിൽ, കോണ്ടൻറ്റ്, അങ്ങനെ പോകുന്നൊരു ചാനൽ. അങ്ങനെ പോകുന്നൊരു ചാനലും അവരുടെ പേഴ്സണൽ ലൈഫ് ഈസ് കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ബൈ ദം. അവരെന്നെ എക്സ്പോസ് ചെയ്ത പേഴ്സണൽ ലൈഫ് ഇങ്ങനെ ആകെ മൊത്തം ഒരു മിക്സ്ചർ പരുവത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കടന്ന ഒരു ഫാമിലിയിൽ നിന്ന്, ഒരു ഫാമിലി വ്ളോഗറിൽ നിന്ന് പെട്ടെന്ന് ഒരു പോസ്റ്റ് വരികയാണ്, ഭാര്യയും ഭർത്താവും സെപ്പറേറ്റഡ് ആയി. അപ്പോൾ ഇത് എന്താണെങ്കിലും ഡെഫിനറ്റ്ലി വ്യൂവർഷിപ്പിനിടയിൽ എന്താണ് ഫോർച്യൂണർ മേടിക്കാനുള്ളത്, വീട് വെക്കാനുള്ളത്, അല്ലെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ചാനലാക്കി രണ്ടുപേർക്കും അത് ഒരു സിമിലർ പാറ്റേൺ വി ഹാവ് സീൻ സംവെയർ. കുറേ സ്ഥലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ സംവെയർ എന്ന് പറയില്ല, കുറേ സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയല്ലേ ഇത് എന്ന് സംശയിക്കുന്ന രീതിയിൽ പ്രേക്ഷകർ സംസാരിക്കും. അതിൽ അവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബട്ട് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ട കാര്യം, രണ്ട് ഇൻഡിവിജ്വൽസ് എടുക്കുന്ന അവരുടെ പേഴ്സണൽ ലൈഫിലെ തീരുമാനങ്ങൾ അവർ പബ്ലിക് ഫിഗേഴ്സായിട്ട് നിൽക്കുമ്പോൾ അത് പബ്ലിക്കിനെ അറിയിക്കുമ്പോൾ അത് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതും ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ടുള്ള ഗിമിക്കാണ് എന്ന് അറിയുമ്പോൾ വി ക്യാൻ ക്രിട്ടിസൈസ്. അങ്ങനെ അല്ലാതിരിക്കട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ദാറ്റ് വിൽ ബി എ വേഴ്സ് സിനാരിയോ. അപ്പോൾ എന്താണെങ്കിലും സുജിനിട്ട പോസ്റ്റ് ഞാൻ പറയാം. പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു കാര്യം പങ്കുവെക്കണം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാനും എൻ്റെ ഭാര്യയും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വിവാഹം അവസാനിക്കാൻ പോകുന്നു. ഇത് ഞങ്ങൾ രണ്ടുപേർക്കും വളരെ സ്വകാര്യവും വൈകാരികവുമായ ഒരു സമയമായിരുന്നു. ശ്രദ്ധാപൂർവവും ചിന്തിച്ചും പരസ്പര ബഹുമാനത്തോടെയും ഞങ്ങൾ ഈ തീരുമാനമെടുത്തു. ഈ കാലയളവിൽ നിങ്ങളുടെ ധാരണയും സ്വകാര്യതയും ഞാൻ ദയയോടെ അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയം ഞാൻ ഇനി ചർച്ച ചെയ്യുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളോ പോസ്റ്റുകളോ ഇനി ഉണ്ടാകില്ല. ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും അഭിപ്രായങ്ങളും നിങ്ങൾ പങ്കിടരുത്. നിങ്ങളുടെ തുടർച്ചയായ പിന്തുണയും ദയയ്ക്കും ബഹുമാനത്തിനും എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുള്ളൊരു പോസ്റ്റാണ് സുജിൻ ഇട്ടിട്ടുള്ളത്. ഇതിൽ ആരും ഇത് കണ്ടൻ്റ് ആക്കരുത് അല്ലെങ്കിൽ ഇതിൽ ആരും അഭിപ്രായം പറയരുത് എന്നൊക്കെ അവർ പറഞ്ഞാലും ഇത് കണ്ടൻ്റ് ആക്കിയത് ഇപ്പോൾ സുജിനാണ്. കാരണം ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ടൻ്റ് ആക്കരുതെന്ന് പറഞ്ഞു പോയൊരു സാധനം നമുക്ക് കണ്ടൻ്റ് ആക്കി എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പിന്നെ അതങ്ങനെ ഡ്രോപ്പ് ചെയ്ത് വിട്ടു. പക്ഷെ ഞാൻ ഇന്ന് നോക്കുമ്പോൾ സുജിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് പേഴ്സണലി ഭയങ്കര അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു വീഡിയോ പോപ്പപ്പ് ചെയ്തു വന്നു. സുജിൻ ഒരു വീഡിയോ ഇട്ടിട്ട് ഇതിനെക്കുറിച്ച് ഇരുന്ന് സംസാരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് പോവാം. അടുത്തത് ഈ നിതയുടെ ഭാഗത്തു നിന്നുള്ളൊരു പോസ്റ്റാണ്. വി ഹാവ് ബീൻ റിസീവിങ് മെനി മെസ്സേജസ് ആസ്കിങ് അബൌട്ട് അവർ റിലേഷൻഷിപ്പ് and after staying silent for a long time, I feel it's time to speak from the heart. Yes, we have been separated for the past few months, and after many tears, long thoughts and quiet battles within ourselves, we have decided to move forward with a legal divorce. This was never a decision made in anger. It was made with heavy heart, mutual understanding, and the painful realization that sometimes love alone is not enough to keep two people together എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ്. ഡിവോഴ്സ് അതൊരു എന്താ പറയുക, ഞാൻ പറയുമ്പോൾ ഡിവോഴ്സ് ഈസ് എ ഡിവൈൻ തിങ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം കല്യാണം ഡിവൈനാണെങ്കിൽ ഡിവോഴ്സും ഡിവൈനാണ്. കാരണം രണ്ടുപേരും പരസ്പരം ഇഷ്ടമില്ലാതെയും സ്നേഹമില്ലാതെയും പരസ്പരം ധാരണ ഇല്ലാതെയും അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് ഡിവോഴ്സ് ചെയ്ത് സെപ്പറേറ്റഡ് ആയിട്ട് നല്ല പീസ്ഫുൾ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വഴിക്ക് പോകുന്നതാണ് ഏറ്റവും നല്ല പരിപാടി. അല്ലാതെ തമ്മിലടിച്ചിട്ടോ തമ്മിൽ കൊന്നിട്ടോ അല്ലെങ്കിൽ കുട്ടികളായിട്ട് ഇല്ലാതാക്കിയിട്ടോ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ടോ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ സങ്കടവും കണ്ണീരുമായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഡിവോഴ്സ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ഓപ്ഷനാണ്, നെക്സ്റ്റ് ഒരു ചോയ്സാണ്. റീബർത്ത് മാതിരി എടുക്കുക, അടുത്ത പരിപാടി നോക്കി പോവുക. അപ്പോൾ ഇതൊരു ഭയങ്കര എന്താ പറയുക, കുറേ ഡിസൈഡ് ചെയ്ത് കുറേ അവർ തമ്മിൽ കുറേ എന്താ പറയുക സംസാരിച്ചൊക്കെ എടുത്തൊരു തീരുമാനം പോലെയാണ് ഇവർ രണ്ടുപേരും എഴുതിയിട്ടുള്ളത്.
There was once a beautiful story filled with love, dreams, and shared moments that meant everything to us, but life doesn't always follow the ending we once imagined. Instead of holding on to a chapter that was slowly losing its happiness, we choose to let go with dignity, choosing peace over pain and healing over pretending. Today, we are walking separate paths quietly, respectfully, and with the hope of finding calm within our lives. I sincerely request everyone to understand our situation and to please stop asking if we will be together again, because this chapter has truly ended and you will not see us together anymore. This will be my first and last explanation regarding our relationship. I kindly ask you all to respect our privacy and allow us the silence we need to heal. The book has come to an emotional end, filled with beautiful chapter, never forgotten, always in my heart, just no long in my life. And the Sujin Punnu story, once full of love, smiles, and countless memories, has now faded into a quiet goodbye. Some stories doesn't end with a loud ending. They end softly, leaving behind lessons, strength, and memories that will forever stay in the heart. ഇത് അറിയാൻ പാടില്ല ഇനിയിപ്പോൾ അത് ചാറ്റ് ജി പി ടി ആണോ എന്നുള്ളതൊന്നും എനിക്കൊരു പിടുത്തമില്ല. എന്താണ് ഇനി ഇങ്ങനൊരു കോട്ടൊക്കെ എഴുതി ഇട്ടിട്ട് ഇവരത് എൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. സി ബേസിക്കലി ഒന്നുമില്ല, ഇവർക്ക് കാര്യം വളരെ സിമ്പിളായിട്ട് രണ്ടുപേർക്കും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക് പോയാൽ മതി. ഇത് ലൈക്ക് മേ ബി ഒരു ഇമോഷണൽ സ്പേസിൽ ഇട്ടതായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്താ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവരുടെ ഒരു പാസ്റ്റ് എടുത്ത് നമ്മൾ തന്നെ ഒരുപാട് കണ്ടന്റിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴായിട്ട് ഇങ്ങനത്തെ എന്താ പറയുക കുറേ ഗിമിക്കുകൾ ഇവരിതൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ, ഞാൻ അത് ഭയങ്കര ട്രൂ ആയിട്ട് പറയാം, ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഇത് അടുത്ത ഇനിയിപ്പോൾ വല്ല ഉടായിപ്പോയിരിക്കും എന്നുള്ളത് തോന്നും. ഈവൻ ഈ സുജിനോട് ഞാൻ പേഴ്സണലി സംസാരിച്ചിട്ടുള്ളതാണ് പണ്ട് ആ വിഷയങ്ങളുള്ള സമയത്ത്. അപ്പോൾ സുജിൻ പറഞ്ഞിട്ടില്ല ബ്രോ, ഇത് ഭയങ്കര എന്താ പറയുക റിയൽ ആയിട്ടുള്ള ഫൈറ്റുകളായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ ആ റിയാലിറ്റിയിൽ സ്റ്റക്കായി പോകും ആൾക്കാർ. റിയൽ ലൈഫിൽ എന്താവും എന്നുള്ളത് ഭയങ്കര നമുക്കറിയാം, നമുക്ക് ഭയങ്കര ഡാർക്കായിരിക്കും ആ സാധനം. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു നോട്ട് ഇട്ടു, ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു പോകുന്നു. ഇവരുടെ ലവ് സ്റ്റോറി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സുജിൻ ഒരു ഓട്ടോ ഡ്രൈവർ ആയിട്ടിരുന്ന സമയത്ത് അത്യാവശ്യം സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നൊരു കുട്ടി ഈ നിത സുജിൻ്റെ ഒപ്പം പോരുന്നു. അങ്ങനെ ഒരു സിനിമാറ്റിക് ലൈനിലുള്ളൊരു സ്റ്റോറി ലൈനായിരുന്നു. പിന്നെ യൂട്യൂബ് തുടങ്ങുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ അവരെ സബ് ചെയ്യുന്നു, വ്യൂവർഷിപ്പ് കോടിക്കണക്കിന് വ്യൂവർഷിപ്പ് ടോട്ടലി അവർക്കൊരു ഇത്ര ടൈം ഫ്രെയിമിൻ്റെ അകത്ത് വരുന്നു. ഒരുപാട് ആളുകൾ ഇവരെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. അവരുടെ അമ്മ, മകൻ, ഭാര്യ, പിന്നെ നാത്തൂൻ, അങ്ങനത്തെ സെറ്റപ്പിൽ ഇതിങ്ങനെ പോവാണ്. അപ്പോൾ ആ ഒരു മല്ലു ഫാമിലി എന്ന് പറഞ്ഞ ഫാമിലിനെ തന്നെ ആക്ച്വലി മലയാളികൾ ആ പേര് പോലെ തന്നെ മൊത്തത്തിൽ ഏറ്റെടുത്ത് നിന്ന് അവിടുന്ന് അവരുടെ ഗ്രോത്ത് വരുന്നു, അവരുടെ വീട്, വണ്ടി, അവരുടെ ലൈഫ് ചേഞ്ച് ആവുന്നു. അത് മൊത്തം മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ ലേറ്റർ ഓൺ ഇപ്പോൾ ഇവരുടെ ഈ ഒരു ഡിവോഴ്സ് നോട്ട് വരുന്ന ഈ ഒരു ടൈമിലൊക്കെ ഉണ്ടല്ലോ, വെറുപ്പിൻ്റെ അങ്ങേ തലയിൽ വെച്ചിരിക്കുകയാണ് ഇവരെ കൊണ്ടുപോയിട്ട്. അപ്പം അതിന് അവരുടെ കണ്ടൻറ്റുകളും ഒരു പരിധി വരെ എന്തായിരുന്നു കുറച്ച് സീനുകളാക്കി ആളുകളുടെ മുന്നിലേക്ക് ഇവർ തന്നെ പ്രിട്ടൻഡ് ടു ബി ഇട്ട് കൊടുത്തുകൊണ്ടാണെന്ന് ഞാൻ പറയും. എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ, വലിയ വിഷയമൊന്നും ഇല്ലാതെ രണ്ടുപേര് സെപ്പറേറ്റഡ് ആവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അടുത്തൊരു സ്റ്റാർട്ടാണ്. അങ്ങനെ തന്നെ അത് തുടങ്ങിപ്പോട്ടെ. ഇനി ഇല്ല, ഇത് കുറച്ച് ഈ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ പറഞ്ഞ ഉടനെ തന്നെ പോയിട്ട് വെട്ടിക്കുത്തി ഒഴിവാക്കുന്ന പരിപാടിയല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനൊക്കെ കൗൺസിലിങ്ങും അതിൻ്റെ പല സ്റ്റേജുകളും, ആ കൗൺസിലിങ്ങിൻ്റെ പല സ്റ്റേജുകളിൽ വേണമെങ്കിൽ ഇവർക്ക് പാച്ചപ്പ് ആവാനുള്ള ഓപ്ഷൻസും, പിന്നെ ഡെഫിനറ്റ്ലി ഇവർക്ക് കുട്ടികളുണ്ട്, ആ കുട്ടികളെക്കുറിച്ച് ആലോചിക്കുന്നതുമായിട്ട്, പിന്നെ അറിയാലോ നമ്മളെ നാട്ടിൽ ഒരുപാട് പേര് ഇതിൽ ഇൻവോൾവ് ആവും, ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ പലരും ഇൻവോൾവ് ആയിട്ട് ചിലപ്പോൾ പാച്ചപ്പ് ആയാലും മതി, ആയാൽ നല്ലത്. കാരണം ഇവരുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് എന്നുള്ളത് സുജിൻ്റെ സിസ്റ്ററാണ്. പല ഫേസിലും ഇവരുടെ ഇതിന് മുമ്പുള്ള വിഷയങ്ങളും സുജിൻ തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റർ ഒരു വലിയൊരു കൈയുണ്ട് സിസ്റ്റർക്ക്, അളിയനൊക്കെ. മേ ബി അവരൊക്കെ പറഞ്ഞ് രണ്ടാമതും പാച്ചപ്പ് ആയാലും ആവണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അറ്റ്ലീസ്റ്റ് ഫോർ ദാറ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ടെങ്കിലും അതൊരു പാച്ചപ്പ് സ്റ്റേജിലെത്തിയാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനത്തെ പോസ്റ്റുകൾ വന്നു, അപ്പോഴൊന്നും നമ്മൾ റിയാക്ട് ചെയ്യാനോ പറയാനോ പോയില്ല. ഇതൊക്കെ 1-2 ദിവസം മുന്നേ വന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ,
സുജിൻ്റെ ഭാഗത്തുനിന്ന് എഗെയിൻ ഒരു വീഡിയോ വന്നതാണ്. എനിക്ക് എന്തിനാ ഈ സാധനം എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഫീലായത്. ഹായ്, എൻ്റെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ എന്നല്ല, എൻ്റെയും പൊന്നൂസിൻ്റെയും ഒരു ഡിവോഴ്സിൻ്റെ പ്രശ്നം ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻറ്റുകളും ട്രോളും വീഡിയോസുകളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ആഘോഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ പൊന്നൂസിനെ പറ്റിയിട്ട് കുറച്ച് ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ലാസ്റ്റ് വീഡിയോ. ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യില്ല, ഇതൊരു ഞാനൊരു കണ്ടന്റ് ആക്കി ഉപയോഗിക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. പക്ഷേ അത് അവളെ പറ്റി കുറച്ച് നെഗറ്റീവായിട്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞപ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം അത് കേട്ടപ്പോൾ എന്തോ ഒരു ഇത് തോന്നി. കാരണം അങ്ങനെ ആവശ്യമില്ല, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ യൂട്യൂബിലൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി കണ്ടു നോക്കി നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും ഇതോടെ അവസാനിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരും എനിക്ക് മെസ്സേജും കാര്യങ്ങളൊന്നും അയക്കണ്ട. ഓക്കെ, എനിക്ക് എൻ്റെ വഴി, അവളെ കാര്യം നോക്കട്ടെ. എനിക്ക് എൻ്റെ വഴി, അവൾക്ക് അവളുടെ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പോയ വഴിക്ക് പോകണം സുജിനെ. കാരണം എന്താ അറിയോ, ഇത് വീണ്ടും ഇപ്പോൾ ഈ നിധേനെ കുറിച്ച് പൊന്നൂസിനെ കുറിച്ചിട്ട് നെഗറ്റീവ് കണ്ടപ്പോൾ സുജിന് രണ്ടാമത് അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കാനും ചോദിക്കാനും വരിക എന്നൊക്കെ പറയുമ്പോൾ ഒരു ടൈമിൽ സുജിൻ്റെ തംബ്നെയിലുകളും സുജിൻ്റെ ടൈറ്റിലുകളിൽ നിന്ന് വന്നിട്ടുള്ളൊരു നെഗറ്റീവ് ഉണ്ട്. അത് രണ്ടുപേർക്കും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് പൊന്നൂസിന് മാത്രമല്ല നെഗറ്റീവ് ഉള്ളത്, സുജിനും അത്യാവശ്യത്തിൽ കൂടുതൽ നെഗറ്റീവ് വന്നിട്ടുണ്ട്. അപ്പോൾ പൊന്നൂസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സുജിനൊരു കണ്ടൻ്റായിട്ട് വീണ്ടും വരിക, ലൈക്ക് അത് എഗെയിൻ പ്രൊവോക്കിംഗ് ആണ്. മനസ്സിലായി? ഇപ്പം ഞാൻ വരെ ഈ വിഷയം വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ച് പോയൊരു സ്ഥലത്ത് നമ്മളെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വലിച്ചതിലേക്ക് കൊണ്ടുവന്ന് ഇടുന്ന പോലെ, അല്ലെങ്കിൽ കമൻ്റ് ഇടുന്നവരെ കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട്, ഇതിലൊന്നും ഞാൻ കമൻ്റ് ഇടുന്നവരും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെയൊന്നും ഞാൻ ഒരിക്കലും തെറ്റു പറയില്ല. കാരണം ഇത് കാണുന്ന ആർക്കാണെന്നുണ്ടെങ്കിലും വന്ന് 4 കമൻ്റ് ഇട്ടിട്ട് പോകാൻ തോന്നും. കാരണം നമ്മൾ ഒരു സമയത്ത് വളർത്തിയത് ഇവരാണ്. ഒരു സമയത്ത് നമ്മളെ വളർത്തുന്നത് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന, നമ്മളെ വീഡിയോസ് കാണുന്ന, അതിൽ കമൻ്റ് ചെയ്യുന്ന നമ്മുടെ പ്രേക്ഷകരാണ്. ആ പ്രേക്ഷകർ പലപ്പോഴായിട്ട് പല പ്രേക്ഷകർ കോമാളികളോ പൊട്ടന്മാരോ ആക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ വരിക. അതിനപ്പുറം പിന്നെ റിയാലിറ്റി എന്താ, റീൽ എന്താന്ന് മനസ്സിലാക്കാത്തൊരു സ്റ്റേജിലേക്ക് അവരെ കൊണ്ടുപോവുക. പിന്നെ മില്യനുള്ളൊരു പേജ് പെട്ടെന്ന് ഡെഡ് ആവുക, പിന്നെ അതിൽ കണ്ടൻറ്റുകൾ വരാതെ ആവുക. അപ്പോൾ ആ ഒരു വ്യൂവർഷിപ്പ് അവിടെ ഡെഡായിട്ട് സ്റ്റക്കായിട്ട് കിടക്കുക. അപ്പം അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വരുമ്പോൾ പീപ്പിൾ ആർ ലൈക്ക് എന്താ പറയുക, ഞങ്ങൾ പൊട്ടന്മാരാന്നുള്ളൊരു ഫീല് അവർക്ക് വരില്ലേ. ഇപ്പം നിങ്ങൾ തന്നെ ഇത് എഴുതിയിട്ടിട്ട് ഇത് കണ്ടൻ്റ് ആക്കരുത് എന്ന് പറഞ്ഞു പോയി 2ാമത്തെ ദിവസം വന്നിട്ട് നിങ്ങൾ തന്നെ കുറേ കമൻറ്റ് കണ്ടു ഞാനിത് കണ്ടൻ്റ് ആക്കുന്നു എന്ന് പറഞ്ഞു വരുമ്പോൾ യു ആർ പ്രൊവോക്കിങ് അഗെയിൻ, യു ആർ മിൽക്കിങ് ദ കണ്ടൻറ്റ്. നിങ്ങൾ കണ്ടൻറ്റ് മിൽക്ക് ചെയ്യണം എന്ന്. അപ്പോൾ ഈ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന ഓരോ ഇൻസിഡൻസും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ അതിന് കണ്ടൻറ്റ് മിൽക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വീണ്ടും ഒരു ഹെയ്റ്റിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നേ നമ്മളൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴും ഇതേപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ യൂട്യൂബിൻ്റെ അടിയിൽ പൊന്നൂസ് എവിടെയെന്ന് ചോദിച്ച കമൻസുകൾക്ക് ഞാൻ അന്ന് റിപ്ലൈ ആയിട്ടാണ് അന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോൾ ആ സമയത്ത് അത് നിങ്ങൾ ഓരോരുത്തരാണ് അന്ന് അതൊരു പ്രാങ്ക് ആണോന്നും ഞാൻ പൊന്നൂസിനെ വീട്ടിൽ ഒളിപ്പിച്ചിട്ട് വീഡിയോ ചെയ്തതാണെന്നും ഒരാൾക്കാരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്നത്തെ എൻ്റെ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പൊന്നൂസ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ ഒരു സീന് കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഞാൻ അന്ന് എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അവൾ എൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണെന്നും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങൾ ഓരോരുത്തരാണ് അത് നെഗറ്റീവാക്കിയിട്ടും ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയതാണെന്നും നിങ്ങൾ ഓരോരുത്തരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയതല്ല. സുജിൻ തന്നെ ഇനി കമൻറ്റിന് റിയാക്ഷനായിട്ട് വീഡിയോ ഇടുമ്പോഴാണെങ്കിലും മിസ്ലീഡിങ് ആയിട്ടുള്ള ടൈറ്റിലും തംബ്നെയിലും ഇട്ടതെന്ന് നാട്ടുകാർ പിടിച്ചതാണ്. പിന്നെ നിങ്ങളൊരു മേജർ ഇഷ്യൂ ഉണ്ടാവുന്നു ലൈഫിൽ, അതായത് ഭാര്യയും ഭർത്താവും സെപ്പറേറ്റഡ് ആവുന്നു, തെറ്റി നിൽക്കുന്നു, അതൊരു കണ്ടൻ്റ് ആക്കി വരുന്ന സമയത്ത് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാറ്റി നിർത്താം. അതൊന്നും ചെയ്യാതെ നിങ്ങൾ ആ സാധനം കണ്ടൻറ്റിലേക്ക് തന്നെ ആയിരുന്നു. ഇപ്പോൾ സുജിനോട് ഞാൻ പേഴ്സണലി വിളിച്ചു ചോദിച്ചപ്പോൾ സുജിൻ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സായിബ്രോ അതൊന്ന് ഭയങ്കര അടിയായിരുന്നു, അന്ന് ഞങ്ങൾ ഓൾമോസ്റ്റ് ഡിവോഴ്സിൻ്റെ വക്കിലായിരുന്നു, പിന്നെ അത് പറഞ്ഞു മാറ്റിയതാണ്. സോ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, അപ്പോൾ എത്ര വർഷങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും ടോക്സിക് സാധനങ്ങൾ നടക്കുന്നുണ്ട്. ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയിൽ നിങ്ങൾ പുറത്ത് പബ്ലിക്കിന് കാണിച്ചിരുന്നൊരു ഫേസ് വേറെ, ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു അടി വേറെ. ഇനി ആ അടി നടന്ന സമയത്തും നിങ്ങൾ വീണ്ടും ഇപ്പോഴും ആളുകളുടെ മേത്തിക്കുക, വ്യൂവേഴ്സിന് മേത്തിക്കുക കുറ്റം കൊണ്ടുവന്നിടുന്നത്. നിങ്ങളുടെ കോൺസ്പിരസി, നിങ്ങളുടെ ഊഹാപോഹങ്ങൾ. ഈ ഊഹാപോഹവും കോൺസ്പിരസി നാട്ടുകാർ വെക്കുന്നത് സുജിനും പൊന്നൂസും തമ്മിലുള്ള അടിയായിരുന്നു പണ്ട്. അല്ലെങ്കിൽ അത് കണ്ടന്റിന് വേണ്ടി ചെയ്തു എന്നുള്ള വാട്ടെവർ എന്താണെങ്കിലും ദ കോർ കണ്ടന്റ് എന്താ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം തന്നെ ആയിരുന്നില്ലേ. നിങ്ങളും പ്രൊജക്റ്റ് ചെയ്തതെന്നാണ്, നാട്ടുകാർ കോൺസ്പയർ ചെയ്തത് അതാണ്.
ഇതൊരുമാതിരി മറ്റേ പറഞ്ഞ് മറ്റേ പിരിയിപ്പിക്കുക എന്നുള്ള രീതിക്കും നിങ്ങൾ കാണിച്ച് പിരിയുക എന്നുള്ള രീതിക്കൊക്കെ മാറിയ പോലെ ഇപ്പം എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ആവുന്നത്. അപ്പം അന്ന് മുതലേ ഉള്ളൊരു സംഗതിയുടെ ഈ എൻഡിൽ കൊണ്ടു നിർത്തുമ്പോൾ നിങ്ങളെ എൻഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, നിങ്ങളും എൻഡ് ആവുന്നില്ല, നാട്ടുകാർ സമ്മതിക്കില്ല. സോ ബെറ്റർ എന്താ, ഇപ്പം ചെയ്ത ഈ കണ്ടൻറ്റും ഇതിൻ്റെ മുകളിൽ ഈ ഓളാണ് നിന്ന് പോയാൽ പോട്ട്. അത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വന്ന് വീണ്ടും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിന്നാൽ പണി പാടും. ഞാൻ പിന്നെ അങ്ങനെ യൂട്യൂബ് അത്ര ആക്റ്റീവ് അല്ല, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. എനിക്ക് വേറെയും കുറേ ചാനലുകളുണ്ട്. ആ എല്ലാ ചാനലുകളിലും മോണിറ്റൈസേഷനും കാര്യങ്ങളെല്ലാം ഓഫ് ആയിട്ടുണ്ട്. ഞാൻ അതിലൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ പോസ്റ്റ് ആക്കുന്നില്ല. ഈ മല്ലു ഫാമിലി എന്നുള്ള ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഓരോ റീൽസുകളും കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ഒരു ചാനലിൽ അങ്ങനെ പോസ്റ്റ് ആക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്നാണല്ലോ എല്ലാത്തിനും തുടക്കം. അത് ഓട്ടോറിക്ഷക്കാരനായിട്ട് ഇരുന്ന് എന്നെ ഇവിടേക്ക് എത്തിച്ചത് ഈ ഒരു മല്ലു ഫാമിലി എന്നുള്ള ഈ ഒരു ചാനലിൽ നിന്നാണ്. ബ്ലോഗും കാര്യങ്ങളൊന്നും ഇടാൻ ഒരു പറഞ്ഞല്ലോ, നമുക്ക് അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഇതുമെന്നാണ് പൈസ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പം ഇല്ല. അപ്പം നമുക്ക് നമ്മളുടെ ഒരു ലൈഫ് വെച്ചിട്ട് ഇതിൽ കണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല. അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങനത്തെ ഒരു നെഗറ്റീവ് കാര്യം പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ ചെയ്യണില്ല വീഡിയോ. പക്ഷേ കുറേ ആൾക്കാർ നെഗറ്റീവായിട്ടും കമൻസ് ഇടുന്ന ആളുകളും ആയിരുന്നു അത് ഞാൻ പ്രാങ്ക് ചെയ്യാണ്, ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഇത് വെച്ചിട്ട് ഞാൻ അന്ന് വീഡിയോസ് ഉണ്ടാക്കാണ് കുറേ കണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുജിൻ മാത്രമല്ല കേട്ടോ, ഈ അടുത്ത കാലത്ത് കുറേ പേര് പറയുന്നത് കേട്ടു, യൂട്യൂബിൽ ഇനിയിപ്പം ഗതികേടുകൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല, അല്ലെങ്കിൽ ഇതിന്ന് കിട്ടിയ പൈസ എന്തോ മോശപ്പെട്ട പൈസയാണ്, അല്ലെങ്കിൽ ഇതിന്ന് കിട്ടിയ പൈസയോട് എന്തോ ഒരു പുച്ഛം പരിഹാസം പോലെ. സുജിൻ അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ട എന്താ പറയുക, ഈ പ്ലാറ്റ്ഫോമാണ് നിങ്ങളെ ഇന്ന് ഈ നിലയിൽ കൊടുത്ത് ഇരുത്തിയിട്ടുള്ളത്. പിന്നെ ഇതിൽ വീഡിയോ ഇടുന്നില്ല എന്നുള്ളൂ, ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ ഇൻസ്റ്റാഗ്രാമിൽ സുജിൻ അടക്കം വീഡിയോ ഇടുന്നുണ്ട്, അതും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അതിന്ന് ആ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് പൈസ തരുന്നില്ല എന്നുള്ളൂ, വിസിബിലിറ്റി ആ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് തരുന്നുണ്ട്. എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ അന്നം വരുന്നത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ എന്നാണ്. നിങ്ങൾ അവിടെ വീഡിയോ ഇടുമ്പോൾ അവിടെ നിങ്ങളുടെ കമ്പനിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റോ വിറ്റ് പോകുന്നത് ആ വീഡിയോ കാണുന്ന ആളുകളിലൂടെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഗിവ് അവേ കൊടുക്കുന്ന പൈസ അടക്കമുള്ളവർ നിങ്ങളുടെ റീച്ച് കണ്ടൊരു കമ്പനി നിങ്ങളെ അപ്രോച്ച് ചെയ്ത് നിങ്ങളെ കയ്യിൽ 1 ലക്ഷം 2 ലക്ഷം തന്ന നാട്ടുകാർക്ക് വീതിച്ചു കൊടുത്ത് അത് ഫോളോവർ കൗണ്ട് ആക്കാൻ പറയുന്നതൊക്കെ ഒരു തരം ബിസിനസ് നിങ്ങൾക്ക് നടക്കുന്നത് സോഷ്യൽ മീഡിയ എന്നാണെന്നുള്ളൂ. യൂട്യൂബ് ഈസ് എ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം ഈസ് അനദർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. സോ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ എങ്ങോട്ടും ഓടിപ്പോയിട്ടില്ല. യു ആർ ദെയർ ഇൻ സോഷ്യൽ മീഡിയ, യു ആർ സ്റ്റിൽ മേക്കിംഗ് മണി ഫ്രം സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ പിന്നെ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയ മണി ദൈവത്തിനെ ഓർത്ത് തിങ്ങി അങ്ങനെ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നില്ല. നോ, ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ക്ലോസ് ചെയ്തു എന്നുള്ളൂ, അടുത്ത പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ആക്റ്റീവാണ്, അവിടെ നിങ്ങൾ പൈസ മിൽക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങളൊരു കാലത്ത് ഇത് ചെയ്തതാണ്, ആ പൈസ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് മറ്റേ പ്ലാറ്റ്ഫോമിൽ സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫ് മാറിയത്, ലൈഫ് ചേഞ്ച് ആയതൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം കാരണമാണ്. ഞാൻ നോക്കുന്ന സമയത്ത് കുറേ പേര് വന്നിരുന്നിട്ട് യൂട്യൂബിൽ നിന്ന് കാശ് ഉണ്ടാക്കുന്നിട്ട് യൂട്യൂബിനെ കുറ്റം പറഞ്ഞിട്ടാണ് പോകും. പിന്നെ എന്തെങ്കിലും ബിസിനസ്സോ പരിപാടികളോ കാര്യങ്ങളോ ആയിട്ട് എന്നിട്ട് എന്താ ഉണ്ടാവുക അറിയോ, അത് അടവടെല്ലാം പൊട്ടി മൂഞ്ചിട്ട് തിരിച്ച് ഇപ്പുറത്ത് യൂട്യൂബിലേക്ക് തന്നെ വന്നിരുന്നിട്ട് രണ്ടാമത് പൊങ്ങാൻ നോക്കുമ്പോൾ പിന്നെ പൊങ്ങാൻ പറ്റുമോ? ഞാൻ പറയും ഈ സാധനം നിർത്തേണ്ട ആവശ്യം തന്നെ ഇല്ല. നിങ്ങൾ എന്നും വീട്ടിലടിയും പ്രശ്നങ്ങളും കച്ചറയൊക്കെ ഇട്ടിട്ട് പോകേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ തുടങ്ങിയ ബിസിനസ്സിന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തൊരു എല്ലാ 20 മിനിറ്റ് 15 മിനിറ്റ് വീഡിയോ ഇടണമെന്നില്ല. ചെയ്തിരുന്ന സമയത്ത് അങ്ങനെ ആവാം. ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഇട്ടിട്ട് പോകാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഇത് കാര്യങ്ങൾ ഇനി കാണിക്കാനോ പറയാനോ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇത് ഷട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, കംപ്ലീറ്റ് നിർത്തുക. അതിങ്ങനെ മറ്റേ മോണിറ്റൈസേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഈ മണീനോട് താല്പര്യമില്ല, അങ്ങനെ ഈ പൈസ വേണ്ടാന്നാണെന്നുണ്ടെങ്കിൽ, അതിനോട് ഇപ്പോൾ ഈ ഒരു പൈസയോട് ഇത്ര വെറുപ്പ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്ത് സുലാം പറഞ്ഞ് പോകണം. ബൈ കത്തം ടാറ്റ, അങ്ങനെ പോകണം. അങ്ങനെ ആരും പോവില്ല. ഇടയ്ക്കും തലയ്ക്കും വന്നിട്ട് ഇല്ല നിർത്തി, യൂട്യൂബ് നിർത്തി എന്ന് പറയും, യൂട്യൂബിൻ്റെ പൈസ വേണ്ടാന്ന് പറയും, പിന്നെ കുറച്ച് ഞാൻ വീണ്ടും തിരിച്ചു വരും. ഞങ്ങളിപ്പോൾ എടുത്ത ഈ ഒരു ഡിസിഷന് റോങ് ആണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ അന്ന് വീഡിയോസ് ഇട്ടപ്പോൾ പൊന്നൂസിൻ്റെ അതൊരു തംബ്ലെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, അത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കണു അന്നത്തെ ഒരു ഇതിൽ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇതായി പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് കുറേ പേര് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്, പൊന്നൂസ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യമായിട്ടും പറയാണ്, അങ്ങനെയൊന്നുമില്ല. പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ്, ഒരിക്കലും ഞാൻ അവളെ മോശം പറയണം അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ഞങ്ങൾ 2 പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത്. പിന്നെ ചിലർ പറയേണ്ടത് നിങ്ങൾ മറ്റേ പെട്ടെന്ന് എടുത്ത തീരുമാനം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്.
നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങല്ലല്ലോ, ഒറ്റയടിക്ക് എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ ഏകദേശം 7 വർഷത്തോളമായി ഞങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ അടി, പ്രശ്നങ്ങൾ, വഴക്കുകൾ, ഒരുപാട് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവണൊക്കെ പോലൊക്കെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ കാട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ, ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു, അമ്മായിമ്മ തച്ചു, അമ്മൂസാക്ക തച്ചു, പ്രശ്നങ്ങൾ, കേസ്, കോടതി, വഴക്കുകൾ, ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനും കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാനും അവളും പാടന്നെ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാം. ഇതിലേ ഈ അടിപിടി കച്ചറ അല്ലെങ്കിൽ തമ്മിലുള്ള മറ്റേ ഫിസിക്കലി അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ടോർച്ചറിങ് ഇല്ലാന്നേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ടോർച്ചറിങ് സുജിനും കിട്ടിയിട്ടുണ്ട്, പൊന്നൂസിനും കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ല? ആ ഒരു സൈഡ് നിങ്ങൾക്ക് ഭയങ്കര എഫക്റ്റ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഒരു വളരെ എന്താ പറയുക ഹെൽത്തിയായ മെച്യൂർ ആയിട്ടുള്ളൊരു തീരുമാനം എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇത് മനസ്സിലാവുന്നു. അല്ലാതെ നടന്നോ നടന്നില്ലെന്ന് നമ്മൾ പറയാൻ ആരുമല്ല. പക്ഷേ നിങ്ങളിട്ട പോസ്റ്റും നിങ്ങൾ പറയുന്നതിലും നിന്ന് മനസ്സിലാവുന്നത് നിങ്ങൾ സെപ്പറേറ്റ് ആയത് വളരെ മാന്യമായി എല്ലാം പറഞ്ഞ് സെറ്റിൽ ചെയ്ത് വളരെ ഓക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയി പോയ രണ്ടാൾക്കാരായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അത് നിങ്ങൾക്കും നല്ലതാണ്, മക്കൾക്കും. ഈ പറഞ്ഞ പോലെ മക്കളെ കാര്യത്തിന് ഓബിയസ്ലി നിങ്ങൾ ഒന്നിച്ചേ പറ്റൂ. ബയോളജിക്കൽ ഫാദർ മദർ എൻഡ് ഓഫ് ദ ഡേ കുട്ടികളെ കാര്യം വരുമ്പോൾ ഒരു സർട്ടൻ ഏജ് വരെ അവരെ നിങ്ങളെ ആവശ്യമാണ്. അപ്പോൾ അവർക്ക് അപ്പോൾ അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും നിങ്ങൾ രണ്ടുപേരും ഒപ്പം നിൽക്കാനും ചെയ്യാനൊക്കെ മുന്നോട്ട് വരേണ്ടി വരും. ചിലപ്പോൾ ആളുകളത് കാണുമ്പോൾ ഇനി 100 കണക്കിന് ചോദ്യങ്ങളും നിങ്ങളോട് ചോദിച്ചിട്ട് വരും. പണ്ടും ഇതേപോലെ ആയിരുന്നില്ലേ, സെപ്പറേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് അപ്പം അവിടുന്ന് ഒപ്പം കണ്ടില്ല. ഇപ്പോഴും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. മാറിപ്പോയതിനു ശേഷവും നിങ്ങളെ എവിടെയെങ്കിലും സ്കൂളിൽ നിന്നോ കുട്ടികളുടെ പ്രോഗ്രാമിനോ അല്ലെങ്കിൽ കുട്ടികളുടെ ആവശ്യത്തിനോ നിങ്ങൾ കാണുമ്പോൾ ബാക്കിയുള്ളവർ സോഷ്യൽ മീഡിയയിൽ കണ്ടു, അങ്ങോട്ട് കണ്ടു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചിലപ്പോൾ കമൻറ്റ് ഇടാം, അവിടെ കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട്. അതിനൊക്കെ നിങ്ങൾ നാളെ ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയ്ക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരം പറയാതിരിക്കുക. ഇത്രേ ഉള്ളൂ, ഉത്തരം പറയാതിരിക്കുക. കുറേ കണ്ട് മിണ്ടാതിരുന്നാണല്ലോ. ഞാൻ അവിടെയൊക്കെ കൃത്യമായിട്ട് എക്സാമ്പിൾ വെക്കുന്ന ആരാ അറിയാം? ഉണ്ണി ആൻഡ് വിയ. ഉണ്ണിയും വിയും സെപ്പറേറ്റ് ആയി മാറിപ്പോയിട്ടുണ്ടല്ലോ. ഒറ്റ വീഡിയോയിൽ ഒരു ഇത്തിരി സെക്കൻഡ് മാത്രം ഉണ്ണി, ഒരു വീഡിയോൻ്റെ എത്രയോ ഒരു മിനിറ്റോ ചില്ലറായിട്ട് വിയും പറഞ്ഞ് പിന്നെ പോയി, പിന്നെ ഇല്ല. അവർ വാനിഷാണ്. അവർക്ക് അവരുടെ രണ്ടുപേരും സെപ്പറേറ്റ് ലൈഫായി, അവരാരും ഒന്നിനുമില്ല. അതൊക്കെ ഒരു കുറച്ചും കൂടി നല്ല മെച്യൂറായിട്ടുള്ളൊരു ഇതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. അത്ര മതി. അത്രത്തോളമൊക്കെ എന്താ പറയുക, നമ്മൾ എല്ലാം കാണിക്കേണ്ടത് ഒരു ടൈമിൽ കാണിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ഹോൾഡ് ചെയ്യണമല്ലോ. ആ ഹോൾഡ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ സുജിനാണെങ്കിലും അത് ചെയ്തേ പറ്റൂ. അല്ലാതെ വീണ്ടും വീണ്ടും വന്നിട്ട് പിന്നെ ആ ഒരു കണ്ടൻറ്റിൻ്റെ മുകളിൽ വേറൊരു കണ്ടൻറ്റിൻ്റെ മുകളിൽ പിന്നെ ഇവർ പറഞ്ഞു അവർ പറഞ്ഞു എന്നുള്ള കണ്ടൻറ്റ് ആവശ്യമില്ല. ഇപ്പോൾ ഈ വീഡിയോയിൽ സുജിൻ്റെ എക്സ് വൈഫ് ആയിട്ടില്ല, ബട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വൈഫ് തന്നെ ഇട്ടൊരു കമൻ്റ് ഉണ്ട്. വി ബോത്ത് ഫെൽറ്റ് ദാറ്റ് സംതിങ് വാസ് മിസ്സിങ് ഇൻ അവർ റിലേഷൻഷിപ്പ്, സോ വി ചോസ് ടു വാക്ക് സെപ്പറേറ്റ് പാത്സ്. ദിസ് ഡിസിഷൻ ഈസ് ബെറ്റർ ഫോർ മൈ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഫോർ അവർ ചിൽഡ്രൻ ടു. As I have already said, we always remain in each other's hearts, but no longer in each other's life. These are my last and final words about our separation. I kindly request everyone to give us space to heal from this pain. I am no longer a part of Mallu family. I hope that at last once we were able to make you all smile together. This will be my final comment on the Mallu family channel. താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ യുവർ ലവ് ആൻഡ് ബ്ലെസ്സിങ് എന്ന് പറഞ്ഞിട്ട് അവരവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ പേജിൽ അവർ ഭയങ്കര ആക്റ്റീവാണ്. അവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അത് എന്താ ഐഡിയ എനിക്കറിയില്ല, അത് പോയോ എന്നൊന്നും. അന്ന് അവർ സെപ്പറേറ്റഡ് ആയി എന്നുള്ള ന്യൂസൊക്കെ വന്ന സമയത്തും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗിമിക്കുകൾ നടക്കുന്ന സമയത്തൊക്കെ അവരതിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ കംപ്ലീറ്റ്ലി പേരും മാറ്റി മല്ലു ഫാമിലി എന്ന് പറഞ്ഞ സാധനത്തുനിന്നും അവർ വാനിഷായി പോയി എന്നുള്ളത് അവരും കമൻ്റ് ഇട്ടിട്ട് ഈ വീഡിയോയിൽ, സുജിൻ്റെ വീഡിയോയിൽ. അപ്പോൾ ഇതും ഇപ്പോഴും വീണ്ടും കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ് ട്രാക്ക് ചെയ്ത് പിന്നെയും വരേണ്ട ആവശ്യം വന്നാൽ എന്താ? സുജിന് അടുത്തൊരു കണ്ടൻറ്റായി വന്നുകൊണ്ടാണ്. ഞങ്ങളവളും ഇവിടെ ഇപ്പോൾ ഏകദേശം തോന്നുന്നു ഒരു 3 മാസം 4 മാസത്തിനടുത്തായി അവളെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. ഇന്നലെ ഏറ്റവും ഇതായിട്ട് കിടക്കുന്നത് കുട്ടികളെ കാര്യമാണ്. കുട്ടികൾ എൻ്റെ ഒപ്പമാണ്. അതുപോലെ തന്നെ ഓരോ ടൈം ആകുമ്പോൾ അവളെടുത്ത് ഇനിയിപ്പോൾ ഈ ഒരു വെക്കേഷൻ ഇത് കഴിഞ്ഞാൽ അവളൊപ്പം ഇതാക്കും. കുട്ടികളുടെ കാര്യത്തിന് കൂടി കുട്ടികളുടെ കാര്യത്തിന് പോലും കൂടി ഞാൻ അവളും തമ്മിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ അവൾ വിളിക്കാതിരിക്കുക, ശത്രുക്കളോ അങ്ങനെയൊന്നുമല്ല. വിളിക്കാറുണ്ട്, കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സംസാരിക്കാറുണ്ട്. ഒരേപോലെ തന്നെയാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഞാൻ അവൾ തമ്മിലില്ല. ഇനിയിപ്പോൾ സ്കൂളിൽ വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ അവളിന് ഇനിയും പാടെ ചിലപ്പോൾ ഒരുമിച്ചിട്ടൊക്കെ നിങ്ങൾ കണ്ടേക്കാം.
ഓക്കെ. പക്ഷെ അതൊരിക്കലും ഞാൻ പറയില്ലേ, ഇപ്പോൾ അവളെ കാണുമ്പോൾ ഞാൻ സംസാരിക്കുക, പക്ഷെ ഒരിക്കലും ഞാൻ പറയില്ലേ നമ്മളൊരു ശത്രുക്കളായിട്ടോ ഇപ്പോൾ ഞാൻ പറയാം ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് അടി പിടി പ്രശ്നങ്ങൾ. പക്ഷെ അങ്ങനെ ഒന്നും നമ്മൾ അങ്ങനത്തെ ഒരു പ്രശ്നത്തേക്ക് പോവാതെ നമ്മൾ തന്നെ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് പറയുകയാണ്, ഈ വീഡിയോ ചെയ്യുന്നത് പോലും കൂടി ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചിട്ടോ അവളുടെ അടുത്ത് പറഞ്ഞിട്ടോ ഒന്നുമല്ല. പക്ഷേ അവളെ പറ്റി കുറേ നെഗറ്റീവ് കമൻസുകളും അല്ലെങ്കിൽ ഇത് കണ്ടപ്പോൾ അത് എനിക്കൊരു വിഷമം തോന്നി. കാരണം ഞാൻ കാരണമാണ് അവൾക്ക് അത് അങ്ങനത്തെ ഒരു നെഗറ്റീവ് കമൻസുകൾ വരുന്നതെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ അന്നിട്ട് ആ ഒരു തമ്പലൈൻ അല്ലെങ്കിൽ ആ ഒരു ക്യാപ്ഷൻ കൊണ്ട് മാത്രം അവൾക്ക് അങ്ങനത്തെ ഒരു കമൻസുകൾ വരികയാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നുമല്ല. ആൾക്കാർക്ക് നമ്മളെ എന്ത് പ്രശ്നം കൊണ്ടാണ് പിരിഞ്ഞെന്ന് അറിയാനായിട്ട് ഭയങ്കര ഒരു ത്വര. അപ്പം ഞാൻ പറയാം, നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സുള്ള ഒരു ആൾക്കാരായതുകൊണ്ട് മാത്രം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞതല്ല, ഞാനത് എഴുതിയിട്ടതാണ്. അവളും അതുപോലത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ പോലും കൂടി ഞാൻ ചെയ്യില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഞാൻ ഒരിക്കലും ചെയ്യില്ലായിരുന്നു. പക്ഷേ അവളെ പറ്റി നെഗറ്റീവ് കമൻസുകളും കാരണം വന്നപ്പോൾ അതെനിക്കൊരു ഇതായി. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ചെയ്യുന്നത്. ഞാൻ ഈ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മറ്റുള്ള ആൾക്കാർ ഓരോ കമൻസുകൾ ഇട്ട് അത് കണ്ടിട്ട് പുളകം കൊള്ളുന്ന വേറെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു പുളകം കിട്ടണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോസിന് കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ കേട്ടു, അത്രേ ഉള്ളൂ. ഇനി ബാക്കി നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ. ഒന്നാമത്തെ കാര്യത്തിൽ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കുക എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സ് ഓഫല്ല. ഈ നിത വന്ന് സെപ്പറേറ്റഡ് വൈഫ് വന്ന് കമൻറ്റ് ഇട്ടപ്പോൾ അത് വിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കമൻറ്റുകൾ അതിൻ്റെ അടിയിൽ കാണാനുണ്ടായിരുന്നു. സോ അവിടെയൊക്കെ പീപ്പിൾ വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഓക്കെ. പിന്നെ കുട്ടികളെ കാര്യം നോക്കിയാൽ നല്ലത്. കാരണം നിങ്ങളുടെ കുട്ടികളാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ പ്രേക്ഷകരോട് പറയേണ്ടതും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം പ്രേക്ഷകരുടെ മുന്നിൽ ഡേ ടു ഡേ ലൈഫ് വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിനകത്ത് വെച്ച് പ്രാങ്ക്, വീട്ടിനകത്ത് വെച്ചിട്ട് എല്ലാ പരിപാടികളും ചലഞ്ച് A to Z നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അതിനകത്ത് നിങ്ങൾക്ക് നാട്ടുകാരെ കുറ്റം പറയാനോ ഇനിയിപ്പോൾ അവർ ചോദിക്കുന്നതിന് നമുക്ക് വേറെ ഒന്നും പറയാനില്ല. എക്സ്ട്രീം വൾഗാരിറ്റി, തെണ്ടിത്തരം നന്ദില്ലാത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചോദ്യം ചെയ്യാതെ പരിപാടികൾ കാണിക്കാം. അല്ലാത്ത പക്ഷേ ആളുകൾ വന്നത് റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ അത് റീസൺ ചോദിക്കേണ്ട അവസ്ഥയിൽ ആളുകളെ വളർത്തിയതാരാ? നിങ്ങളാണ്. വളട്ട് കൊടുത്തിട്ട് ആളുകളെ മെൻറ്റാലിറ്റി വളർത്തിക്കൊണ്ടുവന്ന് അവരുടെ മനസ്സിനകത്ത് ക്യൂരിയോസിറ്റി കൊണ്ടുവന്നതൊക്കെ നിങ്ങൾ ഇട്ട് കൊടുത്ത വിത്തുകളാണ്. അത് വളർന്നിട്ട് നാട്ടുകാരെങ്ങനെ ചോദിക്കും? പിന്നെ ചോദിക്കുമ്പോൾ അയ്യോ ചോദിച്ചതെന്ന് പറഞ്ഞ് വരരുത്. അങ്ങനെ വരരുതാത്തൊരവസ്ഥയിലാണെങ്കിൽ ഇനിയെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളും പരിപാടികളൊന്നും സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്യാതിരിക്കുക. എക്സ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുക കോൺസിക്വൻസ് എപ്പോഴും ഉണ്ടാവും എന്നുള്ളത് ചിന്തിക്കുക. ആരാണെങ്കിലും പേഴ്സണൽ ലൈഫ് വൺസ് യു ആർ ലൈക്ക് വന്നിട്ട് അങ്ങോട്ട് ഫുൾ ആൻഡ് ഫുൾ ടോപ്പ് ടു ബോട്ടം എല്ലാം പേഴ്സണൽ ലൈഫിൽ നടക്കുന്നത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അടിമുടി എല്ലാം ഇവരോട് പോയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാവും. കാരണം നമ്മളെ പ്രേക്ഷകർ ഇത് കാണാനും കേൾക്കാനും വേണ്ടി മാത്രം സബ് ചെയ്ത് വരുന്ന അതിനു വേണ്ടി മാത്രം നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് പിന്നെ അത് മാത്രം കേൾക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ അവിടെ ഇരുന്നിട്ട് സുജിനും പൊന്നൂസും പറയുന്ന മറ്റേ രാമായണം വായിക്കുന്നതോ മഹാഭാരതം വായിക്കുന്നതോ അല്ലല്ലോ അവർക്ക് കേൾക്കണ്ടേ. അപ്പോൾ അവർക്ക് അടീൻ്റെ പ്രശ്നം എന്താ, കാരണം എന്താ, ആരാണ് പ്രശ്നക്കാരി എന്നുള്ളതായിരിക്കും അവരുടെ ബേസിക് കൺസേൺ. എന്താണെങ്കിലും ഇങ്ങനത്തെ അവസ്ഥയ്ക്ക് ഇവിടുത്തെ ഞാൻ എഗെയിൻ പറയുന്നു, ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ളൊരു എക്കോസിസ്റ്റം ഉണ്ട്. അത് ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ എന്തെവിടെ പറയണം, എത്ര പറയണം, അതെങ്ങനെ കാണിക്കണം, എത്രത്തോളം കാണിക്കണം എന്നുള്ളതിന് നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നവർക്കൊരു ഐഡിയയും അന്തവും ബുദ്ധിയും വേണം. അത് നമ്മൾ കീപ്പ് ചെയ്യാത്തടത്തോളം കാലം പ്രേക്ഷകർ ക്യൂരിയസ് ആവും, അവർ ക്വസ്റ്റ്യൻ ചെയ്യും, അവർ അഡ്വൈസ് ചെയ്യും, അവർ തെറി വിളിക്കും, അവർ സപ്പോർട്ട് ചെയ്യും, അവരെല്ലാം ചെയ്യും. എൻഡ് ഓഫ് ദ ഡേ അവരുടെ ഡാറ്റേൻ്റെ പൈസയാണ് നമുക്ക് റവന്യൂ ആയിട്ട് കയറുന്നത്. സോ അവരാണ് കസ്റ്റമർ ഈസ് കിങ് എന്ന് പറഞ്ഞ പോലെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും തന്നെയാണ് ഇവിടെ ഓരോരുത്തർക്കും നമുക്ക് രാജാക്കന്മാരും രാജ്ഞികളായിട്ടൊക്കെ ഉള്ളത്. സോ അവരെ മുന്നിൽ ഈ പറഞ്ഞ പോലെ ഓവർ എക്സ്പോസ്ഡ് ആവാതിരിക്കുക, അത്രയും പറയാനുള്ളൂ. ഈ വിഷയത്തിൽ തന്നെ ഇവർക്ക് ഇനി പറ്റാൻ പോകുന്ന ഏറ്റവും വലിയ വിഷയം ഇതായിരിക്കും. കാരണം ഇതിന് മുമ്പ് ഇവർക്ക് ഇങ്ങനത്തെ ഒരു പാസ്റ്റ് സാധനം സോഷ്യൽ മീഡിയ ഗിമിക്ക് ഉള്ളത് കൊണ്ട് ഇനി ഇവരെവിടെയെങ്കിലും കുട്ടികളെ ആവശ്യത്തിനടക്കം ഒപ്പം കണ്ടാലടക്കം സുജിൻ പറഞ്ഞ പോലെ 100,000 ചോദ്യങ്ങളും അവിടുത്തെ ക്യാമറ എടുക്കലും വീഡിയോ എടുക്കലും. കാരണം ഇവരെ പണ്ടത്തെ ഇഷ്യൂവിൽ അങ്ങനെ ഉണ്ടായത്, ഇവർ ഓട്ടോറിക്ഷക്കാരൻ ചേട്ടനൊക്കെ ഒന്ന് വോയിസ് ഇട്ട് കൊടുത്തതും സ്വന്തം നാട്ടിലെ. ഇപ്പോൾ ഇവര് സുജിൻ്റെ വീട്ടിൽ ഈ ക്യാമറ ഒക്കെ വെച്ചിട്ട് ആ നിൽക്കുന്ന പൊന്നൂസ്, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ ഉണ്ട് ഇപ്പോഴും, പൊന്നൂസ് കെയിൻറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടോ സായിബിളോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചെന്നുണ്ടായിരുന്നു. അത്രയും പ്രൈവസി ഒക്കെ ഇല്ലാതാവും വരുന്നതൊക്കെ അവസ്ഥ തന്നെയാണ്.